നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുന്നത്. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ദീർഘവാദങ്ങൾ കേട്ടതാണ്. അടി വന്നപ്പോഴേക്കും തല കുനിച്ചതുകൊണ്ടല്ലേ തലയിൽ കൊണ്ടത് തുടങ്ങിയ വാദങ്ങളൊക്കെ നമ്മൾ അവിടെ കേട്ടതാണ്. ഒരുപാട് തെളിവുകൾ, രേഖകളൊക്കെ കോടതിയിലേക്ക് വന്നതാണ്. ഇന്നിപ്പോൾ വാദം കേൾക്കലുണ്ടോ അതോ അതിൽ വിധിപ്രസ്താവം മാത്രമേ ഉള്ളോ വിപിൻ? അശ്വി, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വിധി പ്രസ്താവം മാത്രമേ ഉള്ളൂ. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 3 ദിവസം നീണ്ട വിശദമായ വാദപ്രതിവാദമാണ് നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 5 ഗൺമാന്മാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഒരു വിധി പറയാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു ഇഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വാദപ്രതിവാദം തന്നെയാണ് നടന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ആ മർദ്ദനമുണ്ടായി, അതിൻ്റെ സാഹചര്യങ്ങൾ, അതിനുണ്ടായിരുന്ന തെളിവുകൾ, ദൃശ്യങ്ങൾ എല്ലാം തന്നെ പല കുറി പരിശോധിച്ചതാണ്. ആ ദൃശ്യങ്ങൾ തന്നെ ഏകദേശം 20 തവണയിലേറെയാണ് കോടതി കാണുകയും അത് പരിശോധിക്കുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും വാദിഭാഗം പറയുന്നത് അങ്ങനെ ഇറങ്ങി ഗൺമാന്മാർക്ക് തല്ലേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. 2 പേർ മാത്രമായിരുന്നു പ്രതിഷേധിച്ചിരുന്നത്. അതിൽ നിന്നും ഇറങ്ങി ഇത്ര ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കേണ്ട ഒരു സാഹചര്യവും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണമല്ല അവിടെ നടന്നതെന്നും ഈ ലാത്തിക്ക് പകരം മറ്റൊരു വടി ഉപയോഗിച്ചായിരുന്നു ഈ ഒരു മർദ്ദനം ചെയ്തത് എന്നുള്ളതുമായിരുന്നു പ്രധാനമായും പറഞ്ഞത്. എന്നാൽ പ്രതിഭാഗം പറയുന്നത് അത് സുരക്ഷയുടെ ഭാഗമായിട്ട് മാത്രമാണ് അത്തരത്തിൽ ഒരു ഇറങ്ങി അവരെ മാറ്റേണ്ട ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടായിരുന്നു. ഒപ്പം തന്നെ സെറ്റ് കാറ്റഗറി സുരക്ഷയുള്ള ആളായിരുന്നു മുഖ്യമന്ത്രി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണം ഒരുക്കുകയും അന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യവും ഉണ്ടായത്. ഒപ്പം തന്നെ ലാത്തി ഉപയോഗിക്കാം എന്നുള്ളതുമുണ്ട്. എന്നാൽ ഗണ്ണ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇങ്ങനെ അപ്പുറം കോടതിയുടെ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ കൂടി ശ്രദ്ധേയമായല്ലോ വിപിൻ. അതായത് ഇപ്പോ നിസ്സാര പരിക്കല്ലേ തലയ്ക്കുണ്ടായുള്ളൂ, വടിയുടെ അഗ്രഭാഗം മാത്രമല്ലേ ഉച്ചയ്ക്ക് കൊണ്ടുള്ളൂ, അടി കൊണ്ടപ്പോഴേക്കും തല കുനിച്ചപ്പോൾ അല്ലെങ്കിൽ അടി വന്നപ്പോഴേക്കും കുനിഞ്ഞതുകൊണ്ടല്ലേ തലയ്ക്ക് കൊണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ അത് പ്രതിഭാഗത്തിന് അനുകൂലമായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. അപ്പോൾ അത് ഏത് ദിശയിലേക്കുള്ള വിധിയിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും വിധി അല്പസമയത്തിനകം പ്രതീക്ഷിക്കാമല്ലേ? അതെ, അല്പസമയത്തിനകം തന്നെ പ്രതീക്ഷിക്കാം. ഹണിയം വർഗീസിന്റെ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും കോടതി ഉന്നയിച്ച ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംശയം എന്തിന് ഇതിൽ ഒരു നരഹത്യാ വകുപ്പ് കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. അവസാന നിമിഷമാണ് അങ്ങനെ ഒരു വകുപ്പ് അതിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ അത്തരമൊരു വകുപ്പ് ചുമത്തേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും പ്രധാനമായും പിന്നീട് പരിശോധിച്ചത്. ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ താഴ്ന്നിരുന്നത് കൊണ്ടല്ലേ അത് തലയിലേക്ക് കൊണ്ടത്, അല്ലെങ്കിൽ തലയിലേക്ക് കൃത്യമായി അനിൽകുമാർ അടിക്കുന്നു എന്നുള്ള നിലയ്ക്കുള്ള ഒരു ദൃശ്യങ്ങളില്ല എന്നുള്ളതാണ്. വടി കൊള്ളുന്നു എന്നുള്ളതേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പരിശോധിച്ചതാണ്. ഏകദേശം 2 മണിക്കൂറോളം ആ ദൃശ്യങ്ങൾ പിന്നെയും കോടതി പരിശോധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ഒരു വകുപ്പ് ചേർത്തത് ഇവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കരുത് എന്നുള്ള ഉദ്ദേശം, SITക്ക് അത്തരമൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വകുപ്പ് കൂടി ചേർത്തത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, സംശയം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ അത് അവർക്ക് അത് ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമായിരുന്നു, അതുകൊണ്ടാണ് ആ വകുപ്പ് ചേർക്കേണ്ടി വന്നത്, അതുകൊണ്ടാണ് നരഹത്യ വകുപ്പ് ചുമത്തിയത് എന്നുള്ളതായിരുന്നു SIT ഇതുമായി ബന്ധപ്പെട്ട് വാദിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ആദ്യത്തെ റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആദ്യത്തെ റിപ്പോർട്ട് മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ ഉന്നത തലങ്ങളിൽ പിടിയുള്ള ആളുകളാണ്, അവർ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി പ്രോസിക്യൂഷൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ 5 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരികയും ചെയ്യും. അതൊക്കെ കോടതി മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ നമുക്ക് അല്പസമയത്തിനകം അറിയാം. മാത്രമല്ല ഈ പറയുന്ന തലയ്ക്ക് മർദ്ദിക്കുന്ന, ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി കോടതിയിലേക്ക് എത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അത് വ്യാജ റിപ്പോർട്ടായിരുന്നു. അത് ഈ പറയുന്ന ഉന്നത ഓഫീസിൽ തിരുത്തിയ റിപ്പോർട്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നതാണ്. ഒരു ഘട്ടത്തിൽ അത് കോടതിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയി എന്നുപോലും ചില നിരീക്ഷണങ്ങൾ വന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതി മുഖവിലേക്ക് എടുത്തായിരിക്കും ഒരു വിധി ഉണ്ടാവുക. അവർക്ക് മുൻകൂർ ജാമ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.